Welcome back to Bosco Campus Vision. This is the 36th lecture of Web Design and Production for Business. Topic Tables in HTML. Part 2. In the previous lecture we are discussing table tag and its attributes. In this lecture we are discussing what is cell padding and cell spacing attributes. There are two attributes called cell padding and cell spacing which you will use to adjust the white spaces in your table cells. The cell spacing attribute defines space between table cells. അതായത് ടേബിൾ സെൽസിൻ്റെ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൽ സ്പേസിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽ പാഡിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൽ ബോർഡേഴ്സ് ആൻഡ് ദ കണ്ടൻറ്റ് വിത്തിൻ എ സെൽ. അതായത് നമ്മൾ ടേബിളിൽ എഴുതുന്ന കണ്ടൻറ്റും സെൽ ബോർഡറിൽ നിന്നും എത്ര മാറിയിരിക്കണം എന്ന്, ആ ടേബിളിൻ്റെ ബോർഡറിൽ നിന്ന് എത്ര മാറിയിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനാണ് സെൽ പാഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെൽ സ്പേസിങ് ആട്രിബ്യൂട്ട് ഡിഫൈൻസ് ദ സ്പേസ് ബിറ്റ്വീൻ ടേബിൾ സെൽസ് വൈൽ സെൽ പാഡിങ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൽ ബോർഡേഴ്സ് ആൻഡ് ദ കണ്ടൻറ്റ് വിത്തിൻ എ സെൽ. അതായത് ആ സെല്ലിൻ്റെ അകത്ത് കണ്ടൻസിൻ്റെ ബോർഡേഴ്സിൽ നിന്നും എത്ര മാറിയിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം. നോക്കിക്കോണേ, HTML ഹെഡ് ടൈറ്റിൽ, അതുപോലെ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ടേബിൾ എന്നുള്ള ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു ടേബിൾ ബോർഡർ =1. അപ്പോൾ എന്തായിരിക്കും, എനിക്ക് ടേബിളിന് ഒരു ബോർഡർ കിട്ടും. അതുപോലെ തന്നെ സെൽ പാഡിങ് =10 എന്നും സെൽ സ്പേസിങ് =5 എന്നും കൊടുത്തു. പിന്നെ നോക്കിയേ, TR ഒരു റോ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നെയിം സാലറി എന്നുള്ള രണ്ട് TH വാല്യൂസ് നമ്മൾ കൊടുത്തു. അതായത് ഹെഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ടേബിളിൻ്റെ ഹെഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വാല്യൂസ് കൊടുത്തു. TR ക്ലോസ് ചെയ്തു, വീണ്ടും നമ്മൾ TR ഓപ്പൺ ചെയ്തു. TD നോർമൽ ഡേറ്റാസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് TDക്കകത്ത് ഞാൻ നെയിം കൊടുത്തു രമേശ്. അതുപോലെ തന്നെ TDക്കകത്ത് വീണ്ടും സാലറി എത്ര ഞാൻ കൊടുത്തു, 5000 കൊടുത്തു. TR ക്ലോസ് ചെയ്തു. അപ്പം എന്തായിരിക്കും, ആ ടേബിളിൻ്റെ അകത്ത് നെയിം സാലറി എന്ന് ബോൾഡിൽ കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസായ രമേശ് അതുപോലെ തന്നെ സാലറിയായ 5000 അടുത്ത റോയ്ക്കകത്ത് കാണിക്കും. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും ടേബിൾ എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചതാണ്. ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി എന്താണ്, ടേബിൾ എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്യുന്നു. അപ്പം ടേബിൾ എന്നുള്ള ടാഗിൻ്റെ അകത്ത് എങ്ങനെയാണ് സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും കൊടുക്കുന്നതെന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണിച്ച എക്സാമ്പിളിൽ. നെക്സ്റ്റ്, മെർജിങ് കോളംസ് ആൻഡ് റോസ്. അതായത് നമുക്ക് രണ്ട് കോളംസോ അല്ലെങ്കിൽ രണ്ട് റോസോ തമ്മിൽ മെർജ് ചെയ്ത് ഒന്നാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ സ്പാൻ എന്നുള്ള ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ റോ സ്പാൻ എന്നുള്ള ആട്രിബ്യൂട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു വിൽ യൂസ് കോൾ സ്പാൻ ആട്രിബ്യൂട്ട് ഇഫ് യു വാണ്ട് ടു മെർജ് 2 or more കോളംസ് ഇൻറ്റു എ സിംഗിൾ കോളം. അതായത് രണ്ടോ അതിലധികമോ കോളംസ് മെർജ് ചെയ്ത്, അതായത് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കോളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ സ്പാൻ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി റോ സ്പാൻ എന്തിനു വേണ്ടിയിട്ടാണ്, റോ സ്പാൻ ഈസ് യൂസ്ഡ് ടു വാണ്ട് ടു മെർജ് 2 or more റോസ്. അതായത് ഒന്നോ അതിലധികമോ റോസ് തമ്മിൽ മെർജ് ചെയ്ത് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് റോ സ്പാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കോൾ സ്പാൻ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് രണ്ടോ ഒന്നോ അതിലധികമോ കോളംസ് തമ്മിൽ മെർജ് ചെയ്ത് ഒന്നാക്കാനോ, അല്ലെങ്കിൽ റോ സ്പാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ റോസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, മെർജ് ചെയ്ത് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആട്രിബ്യൂട്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. കോൾ സ്പാൻ =2 എന്നാണെങ്കിൽ ആ രണ്ട് കോളം തമ്മിൽ എന്തായിരിക്കും, മെർജ് ചെയ്യും. അതുപോലെ തന്നെ TRൻ്റെ അകത്ത് നമ്മൾ റോ സ്പാൻ =2 എന്നോ അല്ലെങ്കിൽ റോ സ്പാൻ =4 എന്ന് കൊടുത്താൽ എന്തായിരിക്കും, 2 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് റോസ് തമ്മിലായിരിക്കും. 4 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ 4 റോസ് കൂടെ മെർജ് ചെയ്ത് ഒന്നായിട്ട് ഒറ്റ സെല്ലായിട്ട് എന്ത് ചെയ്യുന്നു അവിടെ കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൾ സ്പാനും നമ്മൾ റോ സ്പാനും ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടേബിൾ ബാക്ക്ഗ്രൗണ്ട്സ്. ദ BG color attribute is used to control the background of an HTML element, specifically page body and table background. Example, table
BG color is equal to yellow. അതായത് ടേബിളിൽ നിന്നുള്ള ടാഗിൻ്റെ അകത്ത് നമ്മൾ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. BG color is equal to yellow. എന്തായിരിക്കും? ആ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. ഇത് കളറിൽ യെല്ലോ എന്ന് പറഞ്ഞ കളറിൽ സ്പെസിഫൈ ചെയ്യുന്നു. Then the background attribute can also be used to control the background of an HTML element, specifically page body and table backgrounds. You can specify an image to set background of your HTML page or table. അതായത് നമ്മുടെ HTML പേജിലോ അല്ലെങ്കിൽ ടേബിളിലോ നമുക്ക് ഇപ്പോൾ കളർ യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് അല്ലേ. നമ്മുടെ ബോഡി നമ്മുടെ ടേബിളിൻ്റെ അകത്ത് യെല്ലോ എന്ന് പറഞ്ഞ കളറ് ബാക്ക്ഗ്രൗണ്ട് ആക്കി. ഇനി നമുക്കൊരു ഇമേജ് വേണമെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും? ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഇമേജിൻ്റെ നെയിം. അതായത് ഇമേജ് വേറെ ഫോൾഡറിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നതാണ് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് HTML.gif എന്നുള്ള ഇമേജിൻ്റെ നെയിമാണ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ആ ഇമേജ് കൊണ്ട് സെറ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഇമേജിൻ്റെ നെയിം മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് സെറ്റ് ചെയ്യുന്ന ഈക്വൽ ടു ഇമേജിൻ്റെ നെയിം വയ്ക്കുന്നതെന്ന് പറഞ്ഞത് എന്താണ്? ഇമേജസ് പിന്നെ എന്താണ്? HTML.gif. അതായത് ഇമേജസ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് HTML.gif എന്നുള്ള ഇമേജിൻ്റെ നെയിം പറഞ്ഞു കൊടുത്തേക്കാണ്. യു ക്യാൻ ഓൾസോ സെറ്റ് ബോർഡർ കളർ യൂസിങ് ബോർഡർ കളർ ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ നമുക്ക് ടേബിളിൻ്റെ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. Next one is a table caption. The HTML caption element specifies the caption or title of a table. The caption tag must be inserted immediately after the table tag. Caption or title of the table is given in between opening tag caption and closing tab caption tag. അതായത് ക്യാപ്ഷൻ എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടേബിളിന് ഹെഡിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മാർക്ക് ഷീറ്റ് തയ്യാറാക്കുന്ന ടേബിളാണെങ്കിൽ മാർക്ക് ഷീറ്റ് എന്ന് മേളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കും? ദ ക്യാപ്ഷൻ ടാഗ് മസ്റ്റ് ബി ഇൻസേർട്ടഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടേബിൾ ടാഗ്. അല്ല ക്യാപ്ഷനോ അല്ലെങ്കിൽ ടൈറ്റിലോ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ടാഗിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്ഷൻ ക്ലോസിംഗ് ടാഗിൻ്റെയും ഇടയ്ക്കായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടൈറ്റിലോ അല്ലെങ്കിൽ ആ ഹെഡിങ്ങോ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ ക്യാപ്ഷൻ മാർക്ക് ഷീറ്റ് ക്യാപ്ഷൻ എന്തായിരിക്കും? ആ ടേബിളിൻ്റെ മുകളിലായിട്ട് മാർക്ക് ഷീറ്റ് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ടേബിൾ ക്യാപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? The HTML caption element specifies the caption or title of a table. ടേബിളിന് നമ്മൾ ക്യാപ്ഷനോ അല്ലെങ്കിൽ ഒരു ടൈറ്റിലോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. So today's question is, what is cell spacing and cell padding? Second question, how can we merge rows and columns? Third question, what are the attributes of tables? Fourth question is, what is a table caption? First question, what is cell spacing and cell padding? Second question, how can we merge rows and columns? Third question, what are the attributes of tables? Last question, what is table caption? എപ്പോഴും എക്സാമിന് ആൻസർ എഴുതുമ്പം ഏത് ടാഗ് ചോദിച്ചാലും ജസ്റ്റ് ഒരു എക്സാമ്പിളൂടെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം എന്താ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഏതെങ്കിലും ഒരു ടാഗ് ടേബിൾ എന്നുള്ള ഒരു ടാഗാണ് ചോദിച്ചതെങ്കിൽ ടേബിൾ ടാഗിനെ പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ലാസ്റ്റിൽ എന്തായിരിക്കും? ആ ടേബിളിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു റോയെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. താഴെ ഔട്ട്പുട്ടൂടെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ഔട്ട്പുട്ടൂടെ വരയ്ക്കണം. ആ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടൂടെ വരയ്ക്കാൻ ശ്രമിക്കണം.